അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി അസ്ഹാബി അജ്മഈൻ. സൂറ അൽ ഫാത്തിഹ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ദുആയാണ്. ഏറ്റവും മികച്ച ദുആ, അള്ളാഹു പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ദുആയാണ് സൂറ അൽ ഫാത്തിഹ. ദുആയിൻ്റെ ഒരു ആകത്തുക, അള്ളാഹുവോട് നമ്മൾ ചെയ്യുന്ന ദുആയിൻ്റെ ആകത്തുക, അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അവനോട് ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറ ഗാഫിറിൽ അള്ളാഹു പറയുന്നതാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം ഹംദ് കൊണ്ട് തുടങ്ങണം. അതുപോലെ നമ്മളെ ദുആകളൊക്കെ അവസാനിക്കുന്നത് ഹംദ് കൊണ്ടാണ്. അപ്പോൾ രണ്ട് ഹംദിൻ്റെ ഇടയിൽ ഒരു അബ്ദിന് പറയാനുള്ളത് മാത്രമാണ് ദുആ. അഥവാ ദുആയിൻ്റെ തുടക്കവും ഹംദാണ്, ഒടുക്കവും ഹംദാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുആ എന്ന് പറഞ്ഞ ആകത്തുക ദുആയിൻ്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. സൂറ അൽ ഫാത്തിഹ തുടങ്ങുന്നത് ഹംദ് കൊണ്ടാണ്. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് അള്ളാഹുവിന് എല്ലാ സ്തുതിയും, സർവസ്തുതിയും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് ചോദ്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ സാധാരണ ദുആ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗം ശമനം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ജോലി കിട്ടാൻ വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി, വീടുണ്ടാകാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യും. അതല്ലാത്ത നമ്മൾ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യും, ഇൽമിന് വേണ്ടി ദുആ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റിസ്ക്കിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. റിസ്ക്കിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ എനിക്ക് നീ ഭക്ഷണം നൽകണേ, അല്ലെങ്കിൽ എനിക്ക് നീ ആയുസ് നൽകണേ, ആരോഗ്യം നൽകണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു അക്കാര്യം നമുക്ക് നൽകുകയല്ല ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ദുആ ആന്തരികമായിട്ട് നമ്മളിൽ ഉണ്ടാക്കേണ്ട കാര്യം ആ ദുആയിലൂടെ റാസിഖ് അള്ളാഹുവാണ് എന്ന ബോധ്യമാണ്. അള്ളാഹു നമ്മൾ ചോദിച്ചത് കൊണ്ട് മാത്രം റിസ്ക് നൽകുന്നവനല്ല, നമ്മൾ ചോദിക്കാതെയും റിസ്ക് നൽകും. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ അവനാണ് റാസിഖ് എന്ന ഈമാൻ, ആ ഒരു ബോധ്യം വളർത്തുകയാണ് നമ്മുടെ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരം ചെയ്യപ്പെടാത്ത ദുആയിൽ നിന്ന് അള്ളാഹുവോട് കാവലിനെ തേടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം ചെയ്യപ്പെടാത്ത ദുആ ഇല്ല. ഉത്തരം ചെയ്യപ്പെടാത്ത ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം ഈമാനില്ലാത്ത അവസ്ഥ ആകലാണ്. ഈ ദുആ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവോട് ചോദിച്ച് വാങ്ങുക എന്നുള്ളതല്ല. എന്ത് കാര്യം അള്ളാഹു ചെയ്തു കഴിഞ്ഞാലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൊക്കെ നമുക്ക് തൃപ്തി ഉണ്ടാകുക എന്നുള്ളതാണ്, ഹംദ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സൂറ ഫാത്തിഹ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ എടുത്തു കഴിഞ്ഞാലൊക്കെ, നമ്മൾ ദുആ എന്ന് പൊതുവെ പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കലാണ്, അള്ളാഹുവിനോട് ചോദിക്കലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിക്ക ദുആ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ട ദുആ എടുത്തു കഴിഞ്ഞാലൊക്കെ അതിലൊക്കെ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചോദിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ എല്ലാ അവസ്ഥയിലും പുകഴ്ത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമേകുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ റസൂൽ ചെയ്യുന്നത് ഹംദാണ്. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തത്തിമു സ്വാലിഹാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടകരമായ കാര്യങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. വൈദാ റആ മാ യക്റഹു, അദ്ദേഹത്തിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് ഹംദ്. അപ്പോൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്, ആ ഒരു ബോധ്യം ഉള്ളിലുണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ യഹൂദർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു എന്നല്ല, അവർ ആ വീക്ഷണക്കാരായിരുന്നു,
അത്തരം ബോധ്യത്തിൽ ജീവിച്ചവരായിരുന്നു എന്നൊക്കെയാണ്. എന്ന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അവസ്ഥയിലും ഹംദ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും ആ അവസ്ഥ റസൂലിന് ആകുക എന്നുള്ളതാണ്. ഹംദിൻ്റെ അവസ്ഥ, എല്ലാ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും തൃപ്തി ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഒരു അബ്ദ് അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു നിൻ്റെ എല്ലാ തീരുമാനത്തിലും എനിക്ക് തൃപ്തിയാണ്. എന്നാലും ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രമേ അത് സംഭവിക്കൂ എന്ന് കരുതിയിട്ടല്ല, പക്ഷേ ആ ബാഹ്യമായിട്ട് നമ്മളത് ചോദിക്കേണ്ടവരാണ്. ബാഹ്യമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ആന്തരികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈമാൻ ഉണ്ടാകേണ്ടത് അത് ചോദിച്ചതുകൊണ്ട് മാത്രമല്ല കിട്ടുന്നത്. അള്ളാഹു തരാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചോദിക്കാതെയും തരും. മാത്രമല്ല നമ്മൾ ഹിദായത്ത് നീ നൽകണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ അള്ളാഹു ഹിദായത്ത് നൽകുന്നവനാണ്. ഹിദായത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഈമാനാണ് ആ ചോദ്യത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള അള്ളാഹുവിനോടുള്ള ചോദ്യങ്ങൾ രണ്ട് ഹംദിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. തുടക്കത്തിലും ഹംദ്, ഒടുക്കത്തിലും ഹംദ്. അഥവാ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തി. അപ്പം പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളൊക്കെ അല്ലെങ്കിൽ ഖുർആൻ ഉദ്ധരിക്കപ്പെട്ട ദുആകളൊക്കെ മുഴുവനും പല കാര്യങ്ങളും മറിച്ച് അള്ളാഹുവിനെ അമിതമായിട്ട് പുകഴ്ത്തുക, അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്കൊക്കെ ശുക്ർ പറയുക, ഇതൊക്കെയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്ഉ ബിഹിന്ന ഇൻദൽ കർബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസഘട്ടങ്ങളിൽ ദുആ ചെയ്തതായിട്ട് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അലീമും ഹലീമുമായ അള്ളാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം. റബ്ബുൽ അർഷിൽ മഹത്തായ അർഷിൻ്റെ റബ്ബായ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വ റബ്ബുൽ അർഷിൽ കരീം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, ഇവിടെ അള്ളാഹുവിനെ പുകഴ്ത്തുക മാത്രം ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് ആവർത്തിച്ച് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊരു ദുആയാണ്. അപ്പോൾ ദുആ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് കാര്യം ചോദിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിനെ പുകഴ്ത്തുക. മറ്റൊരു ദുആയിൽ കാണാം, അല്ലാഹുമ്മ അന്തൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ. അള്ളാഹുവെ നീയാണ് അൽ അവ്വൽ, നിനക്ക് മുമ്പൊന്നുമില്ല. അന്തൽ ആഖിറു ഫലൈസ ബഅദക ഷൈ, നീയാണ് അന്ത്യം, നിനക്ക് ശേഷമൊന്നുമില്ല. അന്തല്ലാഹിറു ലൈസ ഫൗഖക ഷൈ, നീയാണ് ബാഹ്യം, അതിന് ഉപരിയായിട്ടൊന്നുമില്ല. അന്തൽ ബാത്തിനു ലൈസ ദൂനക ഷൈ, നീയാണ് ഉള്ളിലുള്ളത്, അതിൻ്റെയും ഉള്ളിൽ വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറയൽ അത് ദുആയാണ്, റസൂലിൻ്റെ ദുആയിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ ദുആ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിനെ അമിതമായിട്ട് പുകഴ്ത്തലും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈമാൻ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രകടിപ്പിക്കലൊക്കെ ദുആയിൽ പെട്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികമായിട്ട് ദുആ ചെയ്തതായിട്ട് പറയുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന ഖിനാ അദാബന്നാർ എന്നുള്ളതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലും അതുപോലെ ആഖിറത്തിലും ഹസനത്ത് നൽകണേ എന്നുള്ള ദുആ ഖുർആൻ ഉദ്ധരിച്ച ഒരു ദുആയാണ്. സൂറ അൽ ബഖറയിൽ വന്നിട്ടുള്ള ദുആയാണ്. അപ്പോൾ ഹസനത്ത് നൽകണേ എന്ന ദുആ, ദുനിയാവിലും ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കാറ് ദുനിയാവിലെ ഹസനത്ത് ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളാണെന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഈ ദുആ ചെയ്ത സ്വഹാബികൾക്കോ ഒന്നും അത്തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹസനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെ ഹസനത്തായിക്കോട്ടെ ആഖിറത്തിലെ ഹസനത്തായിക്കോട്ടെ, ഏറ്റവും വലിയ നമുക്ക് കിട്ടേണ്ട ഏറ്റവും മികച്ച കാര്യങ്ങൾ, ഏറ്റവും ഹസനത്തായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിലുള്ള തവക്കുൽ, അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി, ഇതൊക്കെയാണ് ദുനിയാവിൽ കിട്ടേണ്ട ഹസനത്ത്. ഇത് തന്നെയാണ് ആഖിറത്തിലും കിട്ടേണ്ട ഹസനത്ത്. ഇതിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്തത്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികമായിട്ട് ദുആ ചെയ്ത ഒരു ദുആയാണ് എന്ന് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സൂറ ഫാത്തിഹയിൽ നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണേ എന്നുള്ളതാണ്. ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗമാണ് എന്ന് പറയുന്നുണ്ട്.
അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. വലൗ അന്ന കതബ്ന അലൈഹിം അൻ ഇഖ്തുലു അൻഫുസക്കും അവ ഇഖ്റുജു മിൻ ദിയാരിക്കും. അവർക്ക് ഹിജ്റയോ ജിഹാദോ ഒക്കെ നിയമമാക്കിയിരുന്നെങ്കിൽ, അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അവരിൽ കുറച്ച് പേര് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. മാ ഫഅലുഹു ഇല്ലാ ഖലീലും മിൻഹും. ഇത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്, അതിനെ തൊട്ടു ശേഷമുള്ള ആയത്തിൽ വൈദൻ ലആതൈനാഹും മിൻ ലദുന്നാ അജ്റൻ അലീമ. മഹത്തായ അജ്ർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുമായിരുന്നു. അതെന്താണ്? വലഹദൈനാഹും സിറാത്ത മുസ്തഖീമ. സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കുമായിരുന്നു. എന്നിട്ട് പറയുന്നു വമൻ യുതിഇല്ലാഹ വറസൂൽ. അള്ളാഹുവിനോടും റസൂലിനോടും ഇത്താഅത്തുള്ളവർ, റസൂലിനും അള്ളാഹുവിനും വഴിപ്പെട്ടവർ, അവർ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്തവരോടൊപ്പമുള്ളവരാണ്, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് അവർ. അതായത് അള്ളാഹുവിനും റസൂലിനും വിധേയപ്പെട്ടവർ, അവരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ളവർ, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരാണ്. അവർ അള്ളാഹു നിഅമത്ത് ചെയ്തവരോടൊപ്പമുള്ളവരാണ്. നിഅമത്ത് ചെയ്തവരാരാ? മിനൻ നബിയ്യീൻ, നബിമാരോടൊപ്പമുള്ളവരാണ്. നബിമാർക്ക് ബൈഅത്ത് ചെയ്ത് നബിമാരുടെ പാത നബിമാർ കൽപ്പിച്ചതൊക്കെ ചെയ്ത് നബിമാരെ പിന്തുടർന്ന ആളുകളാണ്. വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളെ പിന്തുടർന്നവരാണ്. ഷുഹദാക്കളെ പിന്തുടർന്നവരാണ്. അസ്സാലിഹീൻ, അല്ലെങ്കിൽ അവർ സാലിഹീങ്ങളോടൊപ്പമാണ്. അവരിവരോടൊക്കെ ഒപ്പമാണ്. നബിമാരോടൊപ്പമാണ്, സുദ്ദീഖീങ്ങളോടൊപ്പമാണ്, ഷുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ്. എന്നിട്ടുള്ള പറയുന്നു വഹസുന ഉലായിക റഫീഖ്. എത്ര നല്ല കൂട്ടുകാരാണ് അവർക്കുള്ളത്. അതായത് ഹിദായത്ത് കിട്ടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നബിമാരോടൊപ്പം ചേർന്നവരാണ്. ഒന്ന്. രണ്ട്, സുദ്ദീഖീങ്ങളാണ്. ആരാണ് സുദ്ദീഖീങ്ങൾ? സുദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്തവരാണ്. മുസദ്ദിഖ് എന്നുള്ള ഒരർത്ഥം കാണാൻ കഴിയും. ഇമാം തബരിയുടെ തഫ്സീറിലൊക്കെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പലരിൽ നിന്നും. അതായത് അറ്റസ്റ്റ് ചെയ്തവരാണ്, നബിമാരെ അറ്റസ്റ്റ് ചെയ്തവരാണ്. സാധാരണ ചിലപ്പോൾ പറയാറുണ്ട് നബിമാർക്ക് ആദ്യം വിശ്വസിച്ച ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലത്തൊന്നും അവരില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾ മാത്രമാണെങ്കിൽ അവർ കഴിഞ്ഞുപോയി. പക്ഷെ അങ്ങനെയല്ല, നബിമാരാൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടവർ. മുസദ്ദിഖൻ എന്നുള്ള വാക്ക് പല സമയത്ത് നമ്മൾ തഫ്സീറിൽ വിശദീകരിച്ചതാണ്. മുതാബിഖൻ എന്നുള്ള അർത്ഥം അതിനുണ്ട്, അക്കോർഡിംഗ്ലി വന്നത് എന്നുള്ളത്. ഇപ്പം നബിമാരാൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടവർ, അല്ലെങ്കിൽ നബിമാരെ അറ്റസ്റ്റ് ചെയ്യുന്നവർ, അള്ളാഹുവിനെ അറ്റസ്റ്റ് ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവരുടെ ദാത്തിനാൽ, അവരുടെ അതുപോലെ റസൂലുള്ളാഹിയുടെ റിസാലത്തിന് അവരുടെ ദാത്തിനാലൊക്കെ എപ്പോഴും അറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഖുർബുള്ള, സാമീപ്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ അനന്തരാവകാശികളെന്ന് റസൂല് പറഞ്ഞ ആളുകളുണ്ട്. എനിക്ക് ശേഷം അനന്തരാവകാശികൾ വരും. സയകൂനുൽ ഖുലഫാ ഫയക്സുറു എന്ന് റസൂൽ പറഞ്ഞു. എനിക്ക് ശേഷം അനന്തരാവകാശികൾ വരും, കുറേ പേര് വരും. അങ്ങനെ റസൂലിൻ്റെ അനന്തരാവകാശികളായിട്ട് വന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഏറ്റവും സാമീപ്യമുള്ള ഔലിയാക്കളെന്ന് നമ്മളവരെ വിശേഷിപ്പിക്കും. അവർ സുദ്ദീഖീങ്ങളാണ്. അവർ വലിയ സ്ഥാനം. നബിമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ് എൻ്റെ ഉമ്മത്തിലെ ഇത്തരത്തിലുള്ള ആളുകളെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ സുദ്ദീഖീങ്ങൾ അവരോടൊപ്പമായിരിക്കും. ഷുഹദാക്കളോടൊപ്പമായിരിക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, ദീനിൻ്റെ സാക്ഷികളായിക്കൊണ്ട് അവർ യുദ്ധത്തിലേർപ്പെടുകയും ഷഹാദത്ത് വരിക്കുകയും ചെയ്ത ആളുകൾ. അതുപോലെ സ്വാലിഹീങ്ങൾ, ഇവരോടൊപ്പമൊക്കെ ഉള്ളവരാണ് ഹിദായത്ത് പ്രാപിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു നിഅമത്ത് ചെയ്ത ഇത്തരം ആളുകളുടെ പാതയാണ് എന്ന ഒരു കാര്യം കൂടെ നമ്മളവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതേസമയം അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായ ആളുകൾ, അതുപോലെ വഴിതെറ്റിപ്പോയ ആളുകൾ, അവരുടെ മാർഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ ഫാത്തിഹ അവസാനിക്കുന്നത്. അടുത്ത ഭാഗത്ത് ഒന്നാമത്തെ ജുസ്ഇൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം നൽകാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.